വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സുറൂച്ച് റോത്താനി. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് വെർഷനായ ലൈറ്റ് റൂമിനെ കുറിച്ചാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്കും എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അഡോബിയുടെ ലൈറ്റ് റൂമിനെ ഒന്ന് പരിചയപ്പെടാം. അഡോബി ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്ലേ സ്റ്റോറിൽ പോവുക. സെർച്ച് ചെയ്ത് അഡോബി ലൈറ്റ് റൂം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന അഡോബി ലൈറ്റ് റൂം ഫോട്ടോ എഡിറ്റർ എന്ന് കാണുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് അതിൻ്റെ പ്രിമിലറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അഡോബി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം അഡോബി ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ഫോട്ടോ എടുക്കുന്നതിനായി ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ആയി വരും. ഫോട്ടോ മോഡ് മാറ്റി പ്രൊഫഷണൽ മോഡാക്കുക. ഓട്ടോമാറ്റിക് മാറ്റി പ്രൊഫഷണൽ ആക്കിയാൽ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എനേബിൾ ആയി വരും. അതൊന്ന് പരിചയപ്പെടാം. അത് ഫസ്റ്റ് വരുന്നത് SS ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും, ISO ഇമേജ് സെൻസറിൽ എത്രത്തോളം കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവണം എന്നതിനെ കുറിച്ചിട്ടാണ്. WB എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ് മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. SS ഒന്ന് നോക്കാം നമുക്ക്. ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടും, റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറഞ്ഞ് ഡാർക്ക്നെസ് കൂടും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ISO നോക്കാം. ISO മാക്സിമം റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് മിനിമം. ഓക്കെ, ഇനി വൈറ്റ് ബാലൻസ്, ഓട്ടോ AWD, ഓട്ടോ, ഫ്ലൂറസെൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അത് ഫോക്കൽ ലെങ്ത്, മാക്രോ ആൻഡ് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടൊന്ന് എടുത്തു നോക്കാം. SS ഞാൻ 120 സെറ്റ് ചെയ്തു. ക്ലൗഡി ഇട്ടു, വൈറ്റ് ബാലൻസ് ക്ലൗഡി ഇട്ടു, ഫോക്കസ് 0 ആക്കി. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, 0 ആക്കി. ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി നിൽക്കുന്നു, കണ്ടില്ലേ? ബ്ലറായി നിൽക്കുന്നു. ഓക്കെ, മുന്നിൽ നിൽക്കുന്ന മോന് നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ ജസ്റ്റ് അത് 25% ആയി. മോന് നല്ല ഇതൊന്നു ബാക്ക്ഗ്രൗണ്ട് ക്ലിയറായി, ബ്ലറായി. ഇനി ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആവുന്നതിന് 100% ചെയ്യുക. കണ്ടോ, 100% ബാക്ക്ഗ്രൗണ്ട്. ഒരു എക്സാമ്പിൾ കൂടി. ഓക്കെ, ഫ്രണ്ട് എൻഡ് ബ്ലറായി, ബാക്ക് എൻഡ് ക്ലിയറായി. ഓക്കെ, അതുപോലെ ഞാൻ വീണ്ടും തിരിച്ച് മാക്രോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ബ്ലറായി നിൽക്കുന്നത് കാണാം. കണ്ടോ, ഇത് മാത്രം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. 55 കസ്റ്റം സെറ്റ് ചെയ്തു. ഓക്കെ, 54 49 ഓക്കെ, 49 ക്ലിക്ക് ചെയ്തു. ഫോക്കൽ ലെങ്ത്ത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ പൂക്കളെയാണ്. ഓക്കെ, ഓട്ടോ മോഡ് മാറ്റി മാനുവൽ മോഡാക്കി. ഓക്കെ, ഇനി SS ചേഞ്ച് ചെയ്തു, 150. ഓക്കെ, 0 ഫോക്കൽ ലെങ്ത്ത് ഇട്ടു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, 0 ഫോക്കൽ ലെങ്ത്താണ്, 50. SS 1/450 ആണ്, ISO 50 ആണ്, വൈറ്റ് ബാലൻസ് ക്ലൗഡിയാണ്. ഓക്കെ, ഇനി നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പിക്ചർ ചൂസ് ചെയ്യാം. ഈ പിക്ചറാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ്പോഷറും കോൺട്രാസ്റ്റും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ശ്രദ്ധിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ. ഹൈലൈറ്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. ഓക്കെ, ഹൈലൈറ്റ് ഞാൻ കുറച്ചിട്ടു. ഇനി ഹൈലൈറ്റ് കുറച്ചിട്ടതിനെ വീണ്ടും ഞാൻ കൂട്ടിയിട്ടു. ഓക്കെ, ഹൈലൈറ്റ് കൂട്ടി 100% ആക്കി. അതുപോലെ നമുക്കങ്ങനെ ചെയ്യാം. ഹൈലൈറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. ഇതാണ് അതിൻ്റെ ഇത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മൈനസ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ പ്ലസ്. ഹൈലൈറ്റ് ഞാൻ +86 ആക്കി. ഷാഡോ കുറച്ചിട്ടു, -83 ആക്കിയിട്ടു. ഓക്കെ, ഷാഡോ 63. ഓക്കെ, ഷാഡോ 78.
വൈറ്റ്നസ് 56, വൈറ്റ്നസ് ബ്ലാക്ക് കുറച്ചു. ഓക്കെ, ഇപ്പോൾ ഒരു നല്ലൊരു ഷെയ്ഡ് വന്നില്ലേ ബോളിന്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് പോകുന്നത് സാച്ചുറേഷനാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. വൈബ്രൻസോ ഇല്ലെങ്കിൽ ടെമ്പോ ഇതൊന്നും ടച്ച് ചെയ്യരുത്. ആദ്യം സാച്ചുറേഷൻ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. 7, വളരെ കുറച്ച് സാച്ചുറേഷൻ. എന്നിട്ട് വൈബ്രൻസ് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി നോക്കാം. ഓക്കെ, അത് മാറ്റി നോക്കാം. നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് എന്താണ് റിസൾട്ട് അതനുസരിച്ച്. ഓക്കെ, ദിസ് ഈസ് ഓക്കെ. ടെമ്പ് ഇതനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ഏത് ടെമ്പറേച്ചറിൽ ചെയ്യണം എന്നനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ഇപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് വൈബ്രൻസ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് എഫക്ട്സിലാണ്. എഫക്ട്സിൽ പോയിട്ട് നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് എഫക്ട്സിലാണ്. എഫക്ട്സിൽ പോയിട്ട് ടെക്സ്ചർ കുറച്ച് കൂട്ടി കൊടുക്കാം. ടെക്സ്ചറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, താഴത്ത് ഞാനിവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടെക്സ്ചർ ആക്കി കൊടുക്കുക. ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയാണ്, പിക്ചർ ഫ്ലാറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാരിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഡിഹൈസ് ലെഫ്റ്റ് ചെയ്യാതെ റൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആവശ്യമനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ വൈറ്റ് സീനായ കാരണം, ബ്രൈറ്റ്നെസ് ഉള്ള സീനറി ആയ കാരണം ഒന്നുകൂടി റൈറ്റ് സൈഡ് കൊടുത്തു. കുറച്ച് വിഗ്നറ്റിങ് കൊടുക്കാൻ നോക്കാം. ഓക്കെ, ബാക്ക് വിഗ്നറ്റിങ് കുറച്ച് കൊടുക്കാം. ലെഫ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ മൈനസാണ്, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് വരാം. റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ വൈറ്റ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, മിഡ് പോയിൻ്റ് കുറച്ച് 60, 59 സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടോട്ടലി ഓവറോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഫെദറാണ്. ഫെദറിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഓക്കെ, ഫെദറൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇത്രത്തോളം കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ റൗണ്ട്നെസ് 100% അത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഇനിയെല്ലാം നിങ്ങൾ റൗണ്ട്നെസ് മാറുന്ന കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയ രീതിയിലുള്ള റൗണ്ട്നെസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ഇനി നമുക്ക് നമുക്കൊന്ന് ഒരു സ്വല്പം ഷാർപ്പ്നെസ് ചെയ്യാം. ഓക്കെ, ഷാർപ്പ്നെസ് ചെയ്യുന്നതിന് താഴത്തുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷാർപ്പനിങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷാർപ്പനിങ് കൊടുക്കുക. സ്വല്പം റേഡിയസ് ഡീറ്റെയിൽസ്. ഓക്കെ, 4% ഷാർപ്പനിങ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒപ്റ്റിക്സ് സെക്ഷനാണ്. അത് റിമൂവ് ക്രോമാറ്റിക് ആബ്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലെൻസിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് റിമൂവ് ആയി പോവും. ലെൻസ് ബ്ലറോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ആയി പോവും. അതേപോലെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം. ലെൻസ് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെൻസ് പ്രൊഫൈൽ കറക്ഷൻ എനേബിൾ ചെയ്യുക. അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ലിസ്റ്റിൽ നിന്ന് ലെൻസ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ബോൾ. എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേയും എഡിറ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ എടുത്ത പൂവ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വളരെ വേഗത്തിൽ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ലൈറ്റ് റൂം ഉപയോഗിക്കുക.
ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസ് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. See you in next tutorial. Bye for now. Thanks for watching my YouTube channel. ഞാൻ സുരൂർ ചെറുത്താണി.